को धन्यवाद दे दीजिए। കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. परमेश्वर के दास का जरिया अच्छा एक वचन सुनने के लिए प्रभु ने हमें मदद किया, ദേവദാസനിലൂടെ मौका दिया। നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നമുക്ക് ലഭിച്ചു. परमेश्वर के बच्चों में एक प्रतिफल है। ദൈവമക്കളെ, നമുക്കൊരു പ്രതിഫലമുണ്ട്. परमेश्वर का वचन में काफी बार दौरा के कहा एक बात है, एक प्रतिफल है। വചനത്തിൽ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് പ്രതിഫലമുണ്ട്. अब्राहम सब कुछ छोड़ के परमेश्वर ने बताया देश की ओर यात्रा शुरू की। അബ്രഹാം സകലതും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. परमेश्वर ने कहा एक प्रतिफल है। ദൈവം പറഞ്ഞു ഒരു പ്രതിഫലമുണ്ട്. आज सुबह में वापस कहना चाहता हूँ, ഞാൻ ഇന്ന് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, हमने परमेश्वर के राज्य के लिए നാം ദൈവരാജ്യത്തിന് വേണ്ടി जो भी कष्ट उठाया, संकट उठाया, എന്തൊക്കെ കഷ്ടങ്ങൾ നാം എടുത്തിട്ടുണ്ടോ, हमने दिया, നാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, उन सभी बातों के लिए एक प्रतिफल है। എല്ലാത്തിനും വലിയൊരു പ്രതിഫലമുണ്ട്. कल एक परमेश्वर के बच्चे ने मुझे फोन में बात किया। ഇന്നലെ ഒരു ദൈവ പൈതൽ ഫോണിൽ സംസാരിച്ചു. उन्होंने कहा उनकी पिताजी के बारे में, പിതാവിനെ പറ്റി പറഞ്ഞു. मुंबई शहर में सेवकाई करते थे। ഒരു മുംബൈ ഷഹറിലാണ് ശുശ്രൂഷിക്കുന്നത്. सेवकाई के लिए उन्होंने पूर्ण उनका जीवन को समर्पण किया। ശുശ്രൂഷ സേവയ്ക്ക് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായി ജീവിതം സമർപ്പിച്ചു. बच्चों कभी अच्छा कपड़ा पहना नहीं, അവരെ മക്കള് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല. घर के अंदर इतना कष्ट कठिनाई को सहन लिया। വീടിന്റെ ഉള്ളിൽ കഷ്ടങ്ങൾ ഒത്തിരി അനുഭവിച്ചു. उस पास्टर कभी भी एक बैंक अकाउंट खोला नहीं। ആ പാസ്റ്റർ ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. मुझे आश्चर्य लगा। എനിക്ക് അതിശയം തോന്നി. और उनका बेटी का शादी का समय में बैंक अकाउंट खोलना जरूरी पड़ा। മകളുടെ വിവാഹ സമയമായപ്പം ബാങ്ക് അക്കൗണ്ട് തുറന്നേ പറ്റൂ എന്നായി. तभी बैंक अकाउंट खोल के അപ്പോഴൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് जैसे शादी हो गया अगले दिन जाके वो बैंक अकाउंट उन्होंने क्लोज किया। കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസും ചെയ്തു. पिताजी मरने के समय में उस बेटी को बुला के कहा, പിതാവ് മരിക്കാറായപ്പം മകളെ വിളിച്ചു പറഞ്ഞു, मैंने आप लोगों के लिए एक पैसा भी कमाया नहीं, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല. लेकिन परमेश्वर ആമേൻ. आपको प्रतिफल देगा। പക്ഷെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആമേൻ, ഹല്ലേലൂയ. उस बेटी ने फिर उनकी अनुभव मुझे बताया, ആ പൈതൽ തങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. कैसे परमेश्वर ने प्रतिफल दिया। അവൻ ദൈവം എങ്ങനെ പ്രതിഫലം കൊടുത്തു. बहुत बड़ा कहानी है। വലിയൊരു സാക്ഷ്യമാണ്. जो परमेश्वर का राज्य के लिए आपने कर रहे, ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ उसके लिए बहुत बड़ा प्रतिफल है। അവൻ അതിന് ഭയങ്കര വലിയൊരു പ്രതിഫലമുണ്ട്. वो भूलने के लिए परमेश्वर अन्याय ही അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. परमेश्वर के दास ने उस वचन बता रहे था, एक आयत मेरा दिल के अंदर आया। ദേവദാസന വചനം പറഞ്ഞപ്പോൾ ഒരു വചനം ദൈവം എന്റെ ഉള്ളിൽ തന്നു. यिर्मयाह भविष्यद्वक्ता का किताब से ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് चैप्टर 31 में ഇരമ്യ 31 परमेश्वर ने यिर्मयाह से क्या कहा, देखो। ദൈവം ഇരമ്യാവിനോട് എന്താ പറഞ്ഞത്? यिर्मयाह के बारे में हम जानते हैं, बहुत विलाप किया एक परमेश्वर का दास। ഇരമ്യാവിനെ പറ്റി നമുക്കറിയാം, ഒത്തിരി വിലാപിച്ച ഒരു പ്രവാചകനാണ്. मैं पिछले फास्टिंग प्रेयर में यिर्मयाह का पुस्तक से कुछ बातों बताया। ഞാൻ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരമ്യയുടെ പുസ്തകത്തിൽ നിന്ന് ചിലത് പറഞ്ഞു. इस पुस्तक से कुछ बातों बोलना बाकी है। അതിന് കുറച്ച് പറയാൻ ഇനിയും ബാക്കിയുണ്ട്. कोई एक मीटिंग में मैं बताएगा। ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പറയുന്നതായിരിക്കും. यिर्मयाह को ऐसे दुनिया बुलाते एक विलाप करने वाला भविष्यद्वक्ता, ഇരമ്യാവിനെ പറ്റി വിളിക്കുന്നത് വിലപിക്കുന്ന പ്രവാചകൻ, वीपिंग प्रॉफिट, कण्णनीरिന്റെ പ്രവാചകൻ। കണ്ണുനീരിന്റെ പ്രവാചകൻ. 8वां अध्याय का आखिरी आयतों और 9वां अध्याय का पहले आयतों पढ़ेगा तो 8ാം अध्यायത്തിന്റെ അവസാനവും 9ാം अध्यायത്തിന്റെ यिर्मयाह प्रभु സ്റ്റാർട്ടിംഗ് से मांग വായിക്കുകയാണെങ്കിൽ रहे, परमेश्वर से मांग रहे, मुझे आंसू दे, मुझे मेरा सिर को पानी से भर दे, ताकि मैं मेरा प्रजा के लिए प्रार्थना कर पाएगा, आंसू बहा पाएगा। ഇരമ്യാവ് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ തലയെ നീ വെള്ളം കൊണ്ട് നനയ്ക്കുക, എന്റെ കണ്ണിനെ കണ്ണുനീർ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. वीपिंग प्रॉफिट, ഒരു വീപ്പിംഗ് പ്രോഫറ്റ് ആണ്. यिर्मयाह 31 का ഇരമ്യ 31ന്റെ 16 में परमेश्वर ने क्या कहा? 16ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? यहोवा परमेश्वर यूं कहते, യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നു, रोने पीटने और आंसू बहाने से रुक जा।
हालेलुया। रोने पीटने और आंसू बहाने से रुक जा, क्योंकि तेरा परमेश्वर का फल मिलने वाला है और वे शत्रुओं के देश से लौट आऊंगा। യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. He was known as a weeping prophet. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെട്ടു. रोने वाला भविष्यद्वक्ता. കരയുന്ന പ്രവാചകൻ. लेकिन परमेश्वर उसको कह रहे, ദൈവം ഇപ്രകാരം പറയുന്നു, रोना बंद करो, നിങ്ങൾ കരച്ചിൽ നിർത്തുക. You will be rewarded. ആമേൻ. നിനക്കൊരു तो मैंने क्या പ്രതിഫലമുണ്ട്. सीखा मालूम है? ഞാൻ എന്താ പഠിച്ചത്? आपने एक एक बूंद आंसू बहाया ना, നിങ്ങൾ ഓരോ തുള്ളി കണ്ണുനീർ ഒഴുക്കിയില്ലേ, उसके लिए भी एक प्रतिफल है. അതിനു വേണ്ടിയും ഒരു നിങ്ങൾ പ്രതിഫലമുണ്ട്. ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും പ്രതിഫലമുണ്ട്. आपने बहाया हुआ हर एक आंसू के लिए प्रतिफल है. आमीन, हालेलुया. പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുന്നു, पवित्र आत्मा किसी से इस प्रकार से पूछ रहा है, ഇന്നലെ നീ ഒത്തിരി കരഞ്ഞു. कल तू बहुत रोया. എനിക്കറിയാം ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, किसी से पवित्र आत्मा कह रहा ഇന്നലെ है, നീ ഒറ്റയ്ക്ക് ഇരുന്ന് ഒത്തിരി കരഞ്ഞു. कल तू अकेले बैठकर बहुत रोया. ദൈവം അത് കണ്ടു. परमेश्वर ने वो देखा. നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന കണ്ടു. तू अकेले बैठकर रोते हुए देखा. അപർണ സിസ്റ്റർ ഇന്നലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒത്തിരി കരഞ്ഞു. अपर्णा सिस्टर कल रात को अकेले बैठकर रोई. ശരിയാണോ ഞാൻ പറയുന്നത്? क्या मैं सही कह रहा हूँ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇന്നലെ ഒറ്റയ്ക്ക് ഒത്തിരി ഇരുന്ന് കരഞ്ഞെന്ന്. पवित्र आत्मा ने मुझसे कह रहा है कि तू अकेले बैठकर कल बहुत നീ പറഞ്ഞു, रोई. ആരും എന്നെ കാണുന്നില്ലെന്ന്. तूने कहा कि कोई मुझे नहीं देख പക്ഷേ रहा ഇന്ന് है, ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്നു, लेकिन पवित्र आत्मा सामर्थ तौर से कह रहा है, നിന്റെ കണ്ണുനീരിനെ അവൻ കണ്ടെന്ന്. आपके आंसू को परमेश्वर ने देखा है. आमीन, हालेलुया. थैंक यू जीसस. ശുഭനാരകതൽ ഘടകശ. प्रभशदरे खेमाना. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീര് സ്വർഗം കാണുന്നില്ലെന്നാണോ? परमेश्वर के बच्चों, क्या आपको ऐसा लगता है कि आपके आंसू परमेश्वर नहीं देख रहा? खरवशदरे बबारा. നമ്മുടെ കേരളത്തിലെ ആ അയ്യ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, केरला में अभी एक जो अय्या ने गाया वो गाना है, കണ്ണുനീരിനെ തുരുത്തിയിലാക്കി തുരുത്തി നിറയുമ്പോൾ എന്ത് വരുന്നെന്നാ? തൊപ്പിയെടുക്കുകയല്ല. ഹല്ലേലൂയ. എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ തുടക്കം? ആർക്കും അറിയത്തില്ല, മറന്നുപോയോ? കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഒരു നാഥനുണ്ട്. തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന. എന്റെ മക്കളൊക്കെ ലിറിക്സ് എഴുതാൻ വലിയ മിടുക്കരാ. പണ്ടത്തെ ഒരു പാട്ടാ കേട്ടോ. നിങ്ങൾ ഇന്ന് പകൽ പറഞ്ഞോണം, എന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ കേട്ടോ. मैंने आपको आज कहना है कि मेरी आंसुओं को परमेश्वर यूं ऐसा हर एक उठाकर एक भी बूंद नष्ट नहीं होने देगा, वो उठाकर कुप्पी में भरता है. मैं आत्मा में वाणी कहता हूँ. വാക്യത്തിൽ പറയുന്നത്, अगले आयत में जो कहा है, അവര് വരുമെന്ന്. वो आएगा. അവര് വരുമെന്ന്. ആരാ? वे आएंगे. कौन? നിന്റെ മക്കള് വരുമെന്ന്. तेरे बच्चे आएंगे. നിന്റെ ഭാവിക്ക് പ്രത്യാശയുണ്ടെന്ന്. तेरे भावी, तेरे भविष्य का There is एक a होप hope about है. your future. आपके फ्यूचर का एक होप है. നിന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ടെന്ന്. आपके बच्चों का भविष्य, उसका एक आशा है, ഹാ, एक अच्छी उम्मीद है. 14 വാക്യം. अगला आयत 14 verse 14 verse 14 14 അല്ലേ? 14. ഹല്ലേലൂയ. 15 ശകനാരകതലേ. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. रामानगर में एक विलाप, വിലാപവും കഠിനമായ കരച്ചിലും തന്നെ. विलाप और बिलक बिलक रोने का रैचल, शब्द. हे നീ राहेल, നിന്റെ മക്കളെ കുറിച്ച് കരഞ്ഞോണ്ടിരിക്കുക. तू अपने लड़कों के लिए रो रही है. മക്കളെ കുറിച്ച് കരയുന്ന ഓരോ റൈച്ചലുമാരെയും പേര് വിളിച്ച് ഞാൻ പറയുക. यहाँ पर अपने संतानों के लिए रोने वाले हर एक रैचल को മക്കളെ नाम കുറിച്ച് लेकर കരയുന്ന बुलाता है. ഓരോ റൈച്ചലുമാരെയും പേര് വിളിച്ച് പറയുക. अपने बच्चों के लिए रोने वाले हर एक राहेलों से पवित्र आत्मा नाम लेकर बोल रही है. റൈച്ചൽ, हे राहेल, ശഖനാരം ശൽഖമന ഹൽക്കെ ലഗദൽ ഖഡഗ ശന്തനെ കരങ്ങളെ അടിച്ച് हाथ ताली बजाकर കരങ്ങളെ അടിച്ച് നിന്റെ കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട്. आपके आंसू का एक There is a reward. आपका There is a reward. एक प्रतिफल There is a reward. കരങ്ങളെ അടിച്ച്. प्रतिफल है. ഓ, വിശ്വാസമുണ്ടോ? आपको विश्वास എല്ലാ है ദൈവമക്കളും क्या? എഴുന്നേറ്റ് നിന്നാട്ടെ. आप अपने स्थानों पर ശക്തമായി खड़े हो ആരാധിക്കാൻ जाएं. പോകുക, സ്തുതിക്കാൻ പോകുക. हम आराधना करने जा There रहे is हैं, a खुशी reward. मनाने जा रहे हैं. റൈച്ചൽ, हे राहेल, റൈച്ചൽ, हे राहेल, റൈച്ചൽ, हे there is a राहेल, reward.
reward. एक प्रतिफल है। കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിയുന്ന മാതാപിതാക്കളെ, बच्चों के लिए रोने वाले परमेश्वर के बच्चों, माता-पिता, കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട്. आपके आंसू का एक प्रतिफल है। ഓരോരുത്തർ പേര് വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. मैं इच्छा है कि मैं आप लोग का नाम लेकर बोलूं। ശക്തമായിട്ട് പ്രാർത്ഥിക്കൂ സിസ്റ്ററെ. आप प्रार्थना करें विश्वास के साथ। കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട്. आपके आंसू का प्रतिफल है। ഒരു പ്രതിഫലമുണ്ട്. एक പ്രതിഫൽ है। ഒരു പ്രതിഫലമുണ്ടെന്ന് മശഖനാരാംതനെ ഹൽക്കേലഗദൽ പംശൽകമനരഗദലെ ജുബനേരഗദൽ പംശൽകമനെ. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ആരാധിച്ചാട്ടെ അന്യഭാഷയോടെ. ഹന്ന കണ്ണുനീരോട് കൂടിയാണ് ദൈവസന്നിധി വന്നത്. ഹന്ന കണ്ണുനീരോടെയാണ് ദൈവസന്നിധി വന്നത്. പക്ഷെ കണ്ണുനീരോടല്ല തിരിച്ചു പോയത്. അവളുടെ മുഖം പിന്നെ വാടിയില്ല. അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഈ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നീ വാടിയ മുഖവുമായി പോകരുത്. നീ വാടിയ മുഖവുമായി പോകരുത്. ഒരു പ്രതിഫലമുണ്ട്. റേച്ചൽ, 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 നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. കരയുന്ന അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി പറഞ്ഞാട്ടെ. അവർ വരും. നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു പ്രത്യാശയുണ്ട്. അവര് വരുമെന്ന്. എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമെന്ന്. എന്റെ തലമുറ വരുമെന്ന്. നിന്റെ തലമുറ വരുമെന്ന്. ഈ താഴോട്ട് വായിക്കുമ്പോൾ റേച്ചലിന്റെ കൊച്ചുമോന്റെ പേര് വിളിച്ചിട്ട് താഴോട്ട് വായിക്കുമ്പോൾ റേച്ചലിന്റെ കൊച്ചുമോന്റെ പേര് വിളിച്ചിട്ട് റേച്ചലിന്റെ കൊച്ചുമോന്റെ പേരെന്ന് പറഞ്ഞേ. ജോസഫിന്റെ മോന്റെ പേരെന്ന് പറഞ്ഞേ. जोसेफ का बेटा का नाम बताओ. എഫ്രൈം. एफ्रेम. ആ മേളിൽ അമ്മ വല്യമ്മച്ചിയുടെ കാര്യം പറഞ്ഞു. वहां पर दादी के बारे में വല്യമ്മച്ചിയുടെ കാര്യം പറഞ്ഞു. दादी के बारे में വല്യമ്മച്ചി നീ കരയുന്നത് സ്വർഗ്ഗം കാണുന്നു. हे दादी मां तू जो रो रही है वो स्वर्ग ചില വല്യപ്പച്ചമാരെ നോക്കിയിട്ട് ഇന്ന് പരിശുദ്ധാത്മ പറയുക. कुछ दादा लो दादी लो നീ കരയുന്നത് സ്വർഗ്ഗം കാണുന്നു. कि आपके आंसू को परमेश्वर देख रहा है. കണ്ണുനീര് തുടയ്ക്കാൻ പോകുക. आपके आंसू परमेश्वर पोंछ रहा है. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുക. आपके आंसू നീ ഇനി കരയണ്ട. अब तू मत रो. നീ ഇനി കരയണ്ട. अब तू मत रो. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഭാവി के बारे में आशा है. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. आपके भविष्य का നിന്റെ आशा है. മക്കൾ आपके बच्चे നിന്റെ അടുക്കൽ വരാൻ പോകുക. लौट आने वाले हैं. ഓ 18 ഹല്ലേലൂയ. ശകനരഗദൽ കടഗർ ശദരേ ഹൽകാലഗ ശകനാരംധനേ. അവർ വരാൻ പോകുക. वे लौट आने वाले हैं. वे लौट आने वाले हैं. എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. एफ्रेम को बिलखता हुआ मैंने सुना है. ഇപ്പോ എഫ്രൈം കൊച്ചുമോന്റെ കരച്ചിൽ കേൾക്കുക. अभी एफ्रेम जो മുമ്പ് है वो റേച്ചലിന്റെ छोटा കരച്ചിലാണ് बच्चा കേട്ടോ. रोना നെക്സ്റ്റ് देखता സ്ക്രിപ്ചർ. है. ഹല്ലേലൂയ. ഓക്കേ, 20 വാക്യം. 20 आयत में കരയുന്ന റേച്ചലേ, रोने वाली है रेचल राहेल. കൊച്ചുമോനെ നോക്കി സ്വർഗ്ഗം പറയുക. तेरा पोता को देखकर स्वर्ग എഫ്രൈം എന്റെ വാത്സല്യപുത്രൻ. आमेन. एफ्रेम मेरा प्रिय पुत्र है. എന്റെ ഓമന കുട്ടി. वो मेरा दुलारा लड़का है. നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കാൻ പോവാ കേട്ടോ. मैं आपको देखकर भविष्यवाणी നിങ്ങളുടെ देने जा रहा കൊച്ചുമോനെ हूं. കുറിച്ച് കൊച്ചുമോളെ കുറിച്ച് ഹല്ലേലൂയ पोते पोती के സ്വർഗ്ഗത്തിലെ बारे में ദൈവം പറയാൻ പോകുക. स्वर्ग का परमेश्वर അവൻ എന്റെ कह रहा വാത്സല്യ है പുത്രനാ. कि वो मेरा दुलारा അവൻ लड़का എന്റെ है. ഓമന കുട്ടിയാ. वो मेरा प्रिय पुत्र ആ है. അവനെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥായി ഭാവമുണ്ട്. उसके बारे में मेरे हृदय के अंदर एक बहुत बड़ा ഞാൻ അവനോട് കരുണ കാണിക്കും. मैं उस पर करुणा दिखाऊंगा. നിങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരിക്കും കേട്ടോ. आपके बच्चों का शादी नहीं हुआ പക്ഷെ होगा. നിങ്ങളുടെ കൊച്ചുമക്കളെ കുറിച്ച് വരെ സ്വർഗ്ഗത്തിന് ദൂതുണ്ട്. लेकिन आपके पोतों के बारे में भी स्वर्ग में प्रवाणी ഇന്ന് है. പകൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ आज आप ये वचन सुन നിങ്ങൾ रहे ധൈര്യത്തോടെ हो. വിളിച്ചു പറ, आप हिम्मत से कहो, എന്റെ ജനിക്കാത്ത കൊച്ചുമക്കളുടെ വരെ ഭാവി അറിയുന്ന കർത്താവ്. मैं पैदा नहीं हुआ ऐसे बच्चों का भी भविष्य जानने वाला परमेश्वर. ശക്തമായി സ്തുതിച്ചാട്ടെ. परमेश्वर की स्तुति करें. സഹോദരി, നിന്റെ കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട്. आपके आंसू का एक ഒരു प्रतिफल പ്രതിഫലമുണ്ട്. है. കരങ്ങളെ അടിച്ച് ശകനാരംധനേ. Hallelujah.
किसी के साथ में कर्जदार नहीं है. അവൻ ആർക്കും കടക്കാരനല്ല. जितने आंसू आपने बहाया, നിങ്ങൾ എത്ര കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ, एक एक बूंद आंसू भी उन्होंने उसका कुप्पी में संभाल कर रखा है. ഓരോ തുള്ളി കണ്ണുനീരും അവൻ തന്റെ കുപ്പിയിൽ നിറച്ചു और വെച്ചിട്ടുണ്ട്. इस साफ देके माप देके അത് അവൻ അളവ് അനുസരിച്ച് प्रतिफल देने वाला परमेश्वर. പ്രതിഫലം നൽകുന്ന ദൈവം. प्रोकात्मा मुझे ऐसे एक अगुवाई दे रहे. ദൈവാത്മാവ് ഇങ്ങനെ ഒരു നിയോഗം തരുന്നു. The person who is standing beside you, നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ, she may be going through a crisis in life. वे अपने जीवन में कुछ प्रतिकूल अवस्था से गुजर रहे She may होंगे. be having lot of questions. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാൻ Just ചിലപ്പോൾ. आपका हाथ उनका शोल्डर में रखे. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന जो വ്യക്തിയുടെ आपका മേൽ पड़ोस में खड़ा है उस ഷോൾഡറിൽ व्यक्ति का കരം शोल्डर में വെച്ചിട്ട്, हाथ रखे. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഷോൾഡറിൽ കരം വെച്ചിട്ട് Pray for that fellow. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. एक दूसरे के लिए प्रार्थना करो. നിങ്ങൾ ഓരോരുത്തർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. हालेलुया. धन्यवाद यीशु. मशकने रगदल. आपके अंदर से पवित्र आत्मा की एक शांति आपका बगल में खड़ा है, आपका भाई के अंदर, बहन के अंदर, जरा हालेलुया इंपार्ट होने दीजिए. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങളുടെ സമാധാനം ഒരു ഇംപാർട്ടേഷൻ ऐसे നടക്കുമാറാകട്ടെ. प्रार्थना करो. നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. रेचल रोना बंद करो. രാഹേൽ നിന്റെ കരച്ചിൽ ഒന്ന് നിർത്ത്. एफ्रीम रोना बंद करो. എഫ്രൈം നിന്റെ കരച്ചിൽ നിർത്ത്. There is good days are coming. अच्छे दिन आ रहे हैं. It's always not weeping days. എന്നും കണ്ണുനീരിന്റെ ദിവസങ്ങളായിരിക്കും. Oh, the time for your mourning is over. നിന്റെ കരച്ചിൽ തീരേണ്ട സമയമായി. Good days are coming. നിന്റെ ദിവസങ്ങൾ വരുന്നു. Good days are coming. നല്ല ദിവസങ്ങൾ വരുന്നു. Prophet, servants of God, good days are coming. നല്ല ദിവസങ്ങൾ अच्छे दिन आ रहे हैं. He's going to change your sorrows into joy. वो आपके दुख को आनंद में बदल देगा. He's going to turn your sorrows into joy. നിങ്ങളുടെ ദുഃഖങ്ങൾ ആനന്ദകരമാക്കി മാറ്റും. Oh, I see they are coming. ओ अच्छे दिन आ रहे हैं. मैं देख रहा हूँ. I see they are coming. मैं देख रहा हूँ वे लौट I रहे see हैं. they are coming. मैं देख रहा हूँ वे लौट I आ see रहे हैं. our children are coming. मैं देख रहा हूँ हमारे पीढ़ी लौट आ रही है. I see our son-in-laws and daughter-in-laws are coming. हमारे सन इन लॉज और डॉक्टर इन लॉज आ रहे I हैं. see our grandchildren are coming. मैं देख रहा हूँ हमारे ग्रैंड चिल्ड्रन आ Start रहे हैं. to speak. Hama shakamana. Start to say, I see. मैं देखता हूँ. I बोलो. see our children are coming. कहो कि मैं देखता हूँ मेरे I children, see मेरे बच्चे our लौट आ daughters and रहे हैं. sons are coming. मेरे कुछ नाते पोते लौट उनको आ रहे उनको हैं. बाहों में लेके आ रहे. मैं उनको हाथ में यानी करंगल उनको पिടിച്ചു बाहों में लेके आ रहे. ഞാനെന്റെ കരങ്ങൾ അവരുടെ വശത്ത് വായിച്ചുകൊണ്ടിയാ വരാൻ പോകുകയാ. ഞാനെന്റെ हाथों पर लेकर हल्का आ रहा लगा हूँ. शकना रमथना रमशल कमना हे लेबा शकने യേശുവിന്റെ നാമത്തിൽ यीशु के ഞങ്ങളുടെ नाम से കുടുംബങ്ങളിൽ ഈ അനുഗ്രഹം വെളിപ്പെടട്ടെ. परिवारों के अंदर ये आशीष प्रकट होने दे. തലമുറയെക്കുറിച്ചുള്ള വേദനകൾ മാറട്ടെ. पीढ़ी के बारे में दर्द हटने दे. തലമുറയെക്കുറിച്ചുള്ള വിഷമങ്ങൾ മാറട്ടെ. पीढ़ी के बारे में दर्द യേശുവിന്റെ हटने നാമത്തിൽ दे. അവർ വരട്ടെ. यीशु के नाम से लौट आने ഓ दे. വിവാഹം കഴിയാത്ത കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ. जहाँ पर शादी नहीं हुई वो परिवारों में बच्चों के शादी होने दे. തലമുറയുടെ ബ്ലെസ്സിംഗ് ചില കുടുംബത്തിന്മേൽ വെളിപ്പെടട്ടെ. पीढ़ियों की आशीष യേശുവിന്റെ परिवारों നാമത്തിൽ में വരട്ടെ प्रकट होने വരട്ടെ दे. വരട്ടെ यीशु के नाम से വരട്ടെ വരട്ടെ. होने दे. ഓ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. पीढ़ी आशीषित होने दे. പിശാചിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. शैतान की बंधन टूटने दे. എഫ്രൈമേ എനിക്ക് നിന്നോട് വലിയ സ്നേഹമാ. हे एफ्रीम तू मेरा प्रिय ചില पुत्र है. പിന്മാറിപ്പോയ ചെറുപ്പക്കാർ മടങ്ങി വരട്ടെ. कुछ पीढ़ी कुछ नौजवान लड़के എഫ്രൈമേ लौट ഞാൻ आने നിന്നെ दे. എങ്ങനെ ഉപേക്ഷിക്കും? हे एफ्रीम मैं तुझे कैसा छोड़ എടാ മക്കളെ दूंगा? നിന്റെ വല്യമ്മച്ചി റേച്ചലിന്റെ കരച്ചിൽ ഇപ്പോഴും കിടക്കുകയാ. मेरे दादी जो रेचल की आंसू अभी भी पड़ी हुई है. എഫ്രൈമേ നീ എന്റെ ഓമന കുട്ടനാ. एफ्रीम तुम दुलारा बेटा എനിക്ക് है. നിന്നെ തള്ളാൻ പറ്റത്തില്ല. तुझे छोड़ नहीं सकता. കാരണം നിനക്ക് വേണ്ടി കരഞ്ഞ മാതാപിതാക്കളുടെ കരച്ചിൽ എവിടെയൊക്കെയോ കിടക്കുകയാ. क्योंकि तेरे लिए रोया हाँ। हुआ माता पिता की आंसू है अभी भी बाकी കരയുന്ന है. അമ്മമാരെ, रोने वाली माताएं കരയുന്ന പിതാക്കന്മാരെ, रोने वाले നിങ്ങളുടെ पिता കുഞ്ഞിന് വേണ്ടി നിങ്ങൾ കരയുമ്പോൾ आप जब आपके അതൊരു बच्चों के അനുഗ്രഹമായി रोते കുഞ്ഞിന് മേൽ हैं, പകരപ്പെടുകയാ. आपके യേശുവിൻ बच्चों के നാമത്തിൽ जीवन में प्रकट होगा. മക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ നഷ്ടപ്പെടത്തില്ല കേട്ടോ. ശകന आपके രാംതന आंसू को रोको. ഹൽക്കെ ലഗതല വംശൽ കമന ഹേ മല ലഗതല ഘടകശരെ ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना करते നിങ്ങളുടെ हैं. അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. आपके बाजू में खड़े होने അവരുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. उनके ऊपर एक ഓ परमेश्वर की ബൽക്കെ शक्ति ലഗതൽ का വംശൽ व्यापार കമന होने दे. ലഗതൽ ഘടകശാന്തന അജമന ലഗതൽ ഘടകശാന്തന
ശക്തമായി അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. व्यक्ति के लिए प्रार्थना करते रहे. നിങ്ങളുടെ അകത്തൊരു സമാധാനത്തിന് നിറവുണ്ടെങ്കിൽ അത് പകരപ്പെടട്ടെ. आपके अंदर अगर शांति की भरपूरी വിശ്വാസത്താൽ ചിലത് പകർന്നാട്ടെ, ചിലത് പകർന്നാട്ടെ. वो एक दूसरे के ऊपर ഈ പകൽക്കാലം ചിലത് പകർന്നാട്ടെ. മജന റംഷൽ കമന ആത്മനിറവോടെ ആത്മനിറവോടെ അന്യഭാഷയോടെ अन्य भाषा മൽക്കൽ ലഗദല ബംഷൽ കമന ലഗദല കരങ്ങളെ ശക്തമായി അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ताली बजाकर परमेश्वर की स्तुति करें. വലിയ വിടുതലുണ്ടാകിയ, വലിയ വിടുതലുണ്ടാകിയ, एक बहुत बड़ा छूट, വലിയ സൗഖ്യമുണ്ടാകിയ, വലിയ സമാധാനമുണ്ടാകിയ, അത്ഭുതങ്ങൾ സംഭവിക്കുക. अद्भुत हो रही है. ഒരു പ്രതിഫലമുണ്ട്. एक प्रतिफल There is a reward. एक प्रतिफल You will है. not go empty handed. आप खाली हाथ यहाँ से नहीं ഒരു लौटोगे. പ്രതിഫലമുണ്ട്. एक प्रतिफल നീ വെറും है. കൈയായി പോകത്തില്ല. खाली हाथ नहीं ഓ लौटोगे. നീ വെറും കൈയായി പോകത്തില്ല. आप खाली हाथ नहीं लौटोगे. സ്വർഗ്ഗം നിന്നെ നിറയ്ക്കാൻ പോകുക. आपको स्वर्ग भरने जा ഓ रही है. സ്വർഗ്ഗം നിന്നെ നിറയ്ക്കാൻ പോകുക. स्वर्ग आपको भरने जा നീ रही വെറും है. കൈയായി പോകത്തില്ലെന്ന് പരിശുദ്ധാത്മ പറയുന്നു. पवित्र आत्मा कह रही है. കാലാ പറക്കിയ നിനക്കൊരു പ്രതിഫലമുണ്ട്. अनाज को उठाई हुई तुझे एक प्रतिफल നിന്റെ है. പുതപ്പ് വിരിച്ച് അതിനെ നിറച്ചു കൊണ്ടുപോകുന്ന, आपकी चादर बिछाकर നിന്റെ മടി उसे നിറച്ചു भर के കൊണ്ടുപോകുന്ന, आपको भरने वाला നിന്റെ परमेश्वर ജീവിതം നിറച്ചു കൊണ്ടുപോകുന്ന आपके जीवन को भरने ഒരു वाला പ്രതിഫലമുണ്ട്. परमेश्वर एक प्रतिफल है. There is a reward. एक प्रतिफल है. Child, there is a reward. बच्चों एक प्रतिफल है. ഈ വചനം ഓരോരുത്തരുടെ പേര് വിളിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. एक एक का नाम लेकर बोलने की इच्छा പരിശുദ്ധാത്മ मुझे है. നിങ്ങളിൽ ഓരോരുത്തരെ കാണിക്കുക. पवित्र आत्मा में से हर एक व्यक्ति को എന്നിട്ട് दिखा നിങ്ങളോട് रहा പറയാ है. ഒരു പ്രതിഫലമുണ്ടെന്ന്. और कह रही है, एक प्रतिफल है. ഹല്ലേലൂയ.